അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ പുതിയ തരം ഒരു ചോറ് ഉണ്ടാക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളി ഇത് വാട്ടുക, മുന്തിരി, ഏലക്കായ്, പട്ടപ്പൂവ്, നെയ്ച്ചോറിന്റെ ഓല, ഇതൊക്കെ എങ്ങനെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അതാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് നെയ്ച്ചോറിന്റെ ഓല മുറിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് വരുന്ന മണം, രുചി, എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ടാവും. ഏലക്കായ്, പട്ടപ്പൂവ് തെരഞ്ഞെടുത്ത് കാണുന്നില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയായി അതിനകത്ത് കിട്ടുന്നത്. ഏതായാലും കിട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉടമകൾ ഇല്ലാത്തത് കൊണ്ട് ഇത് കിട്ടണതൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ മാളവി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് ഉണ്ടാവും. ചെറുമത്ത് പിന്നെ അതൊക്കെ പറയുന്നത് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ കാണാനുള്ള പിഞ്ചുണ്ട്. പിഞ്ചിന് പിന്നെ നേരല്ല, ഓഫീസിൽ സ്കൂൾക്ക് കൊണ്ടുപോകണം. ഇതെന്തെല്ലാം പരിപാടികളാണ്. ഇതൊക്കെ വരുമ്പോൾ പിഞ്ചു ഇതൊക്കെ കണ്ടതാണ്. ഇതൊക്കെ ഒരു ഒറ്റമൂലിയാണ് പിഞ്ചു. പിഞ്ചിന് തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിഞ്ചു സ്കൂൾക്ക് പോകുന്ന ഇതായി നിൽക്കുന്ന നേരത്തൊക്കെ പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ നടക്കും. അങ്ങനെ എല്ലാ ഏകദേശം ഐറ്റംസുകളൊക്കെ അതിനകത്ത് ചാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇൻഷാ അള്ളാ അരി കഴുകിയിടുക. ഈ സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് ടൈപ്പ് ഇളക്കി എന്നിട്ട് പിന്നെ മൊബൈൽ കൂടെ ഈ പാത്രത്തിലാണ് വെളുകൾ കാണാൻ കുറേ സ്ഥലത്തൊക്കെ ഇതിന് മണം കെട്ടപ്പോൾ തന്നെ ചോറ് ഇപ്പം തന്നെ തിന്നുന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി ചോറായതിനു ശേഷം നിങ്ങളെല്ലാവരും ഞാൻ ചോറിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും വായിൽ വെച്ച് നോക്കട്ടെ. ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ ഓഫീസ് വർക്കിന് പോണവർ, രാവിലെ അർജൻറ്റായിട്ട് വർക്കിനൊക്കെ പോണവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഭക്ഷണമാണത്. അതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചോദിക്കുക. ബൈ.